സമയത്ത് വീട്ടിലുണ്ടായിരുന്നോ? എന്താ സംഭവിച്ചത്? ഞാൻ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിരുന്നു. ആ 10:15 ടൈമാണ്. അപ്പം ഞങ്ങൾ കാരാപ്പുഴ ഡാമിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരമാണ്, അതായത് മീനങ്ങാടിക്ക് പോകുന്ന റൂട്ട് കേട്ടെ. അപ്പൊ അവിടുന്ന് ഒരു ജനലൊന്ന് കുലുങ്ങി, ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട് ഞങ്ങൾ ഏകദേശം അമ്പലവയൽ സൈഡിൽ നിന്ന് ഒച്ച വന്നേ. ആ സൈഡിൽ നിന്നാണ് ഒച്ച വന്നത്. ചെറിയൊരു ഒച്ച കേട്ടു, കുറച്ച് നല്ല വലിയൊരു സൗണ്ട് പോലെ തോന്നി. കുറെ അപ്പുറത്തുനിന്ന് കേട്ടോണ്ട് ചെറിയൊരു മുഴക്കുണ്ടായിരുന്നു. ഇവിടെ ആ സമയത്ത് തന്നെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡില് ജനലൊക്കെ ഇങ്ങനെ കിലുങ്ങി. ജനലുകളൊക്കെ നഗരീരുന്ന ഒരു കിലുക്കുണ്ടായിരുന്നു. അതാണ് ഫീൽ ചെയ്തത്. അപ്പൊ തന്നെ ഞാൻ ആ വൈഫിനോടൊക്കെ പറഞ്ഞു, അങ്ങനെ ഒന്ന് കുലുങ്ങി പോലെ തോന്നിയോന്ന് ചോദിച്ചു. അപ്പൊ അവർക്കൊന്നും തോന്നിയ പോലെ തോന്നില്ല. വീട്ടിന്റെ അകത്ത് അങ്ങനെ പറഞ്ഞു. ഞാൻ പുറത്തിറങ്ങിയപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് കിലുങ്ങിയിരുന്നു. വീടിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, വീടിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒന്ന് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ എന്താ പറയാൻ കാരണം വെച്ചാൽ ഡാമിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളു. അപ്പൊ ഡാമിലൊന്നും വലിയ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിട്ടേ. അങ്ങനെ ഇപ്പൊ ഒരു ഭൂമി കുലുക്കമാണെന്ന് കൺഫേം ചെയ്തിട്ടില്ല അജിത്ത്. നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇപ്പൊ വേണ്ട തോന്നുന്നു. വേറെ ഇപ്പൊ അവിടേക്ക് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ കിണറിലെ വെള്ളമൊന്നും കലങ്ങിയിട്ടില്ല, വേറെ വീടുകൾക്ക് കേടുപാടുകളൊന്നും ഇല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ അജിത്തിന്റെ വീട് നിൽക്കുന്ന സ്ഥലവും ഈ പറയുന്ന അമ്പലവയലും തമ്മിൽ എത്ര ദൂരമുണ്ട്? ഈ ഒരു നെന്മേനിയിൽ പറഞ്ഞോളൂ. ഒരു 10 കിലോമീറ്റർ ഉണ്ട്. 10 കിലോമീറ്റർ ദൂരമുണ്ട് നെന്മേനിന്ന് ഈ പറയുന്ന സ്ഥലത്തേക്ക്, അല്ലേ? റൈറ്റ്, ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും.